അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുള്ള നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച ബിജെപി. ജമ്മുകശ്മീരിൽ ഭീകരവാദത്തെ അനുകൂലിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നാഷണൽ കോൺഫറൻസ് ശ്രമിക്കുന്നതെന്ന് ബിജെപി ആരോപിക്കുന്നു. ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന രാജ്യവിരുദ്ധമാണെന്നാണ് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് പറയുന്നത്. देखिए, उमर अब्दुल्ला जी का बयान इतना आपत्तिजनक है, भारत विरोधी है, जितनी निंदा की जाए उतना कम है। अब बताइए, अफजल गुरु और याकूब घोर आतंकवादी जो देश की अस्मिता पर प्रहार कर रहा था, वैसे आतंकवादियों के फेवर में बोलना यह देश विरोधी बयान है उनका, और यह कांग्रेस वैसे देश विरोधी बयानों के साथ है। यानी कि आज उमर अब्दुल्ला और कांग्रेस में कोई फर्क नहीं है। दोनों, कांग्रेस और उमर अब्दुल्ला दोनों भारत के आतंकवादियों के सपोर्ट में बोल रहे हैं। इसको देश और कश्मीर नहीं बर्दाश्त करेगा. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ഒമർ അബ്ദുള്ളയുടെ പരാമർശം തന്നെയല്ലേ കശ്മീരിൽ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാകുന്നത്? വിഷ്ണു, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ, ശക്തമായ പ്രചാരണമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നത്. അതിൽ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം എന്താണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രചാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവന. വളരെ കൃത്യമായി രാജ്യവിരുദ്ധ പ്രസ്താവന, അല്ലെങ്കിൽ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത്, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കിയത്, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചിട്ടില്ല. ജമ്മു കാശ്മീരിൽ തങ്ങളുടെ കയ്യിലായിരുന്നു ഭരണമെങ്കിൽ ഒരിക്കലും അതിന് അനുമതി നൽകില്ലായിരുന്നു, അത്തരത്തിലൊരു ശിക്ഷ നടപ്പാക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്ന വളരെ കൃത്യമായ തുറന്നു പറച്ചിലാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള നടത്തിയത്. ആ ഒരു പ്രസ്താവനയിലൂടെ, ആ ഒരു തുറന്നു പറച്ചിലൂടെ ജമ്മു കാശ്മീരിൽ വിഘടനവാദ ശക്തികൾക്കൊപ്പമാണ്, ഭീകരവാദ ശക്തികൾക്കൊപ്പമാണ് നാഷണൽ കോൺഫറൻസും ഒമർ അബ്ദുള്ളയും എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയായിരുന്നു ഈ ഒരു പ്രസ്താവനയിലൂടെ ഒമർ അബ്ദുള്ള ചെയ്തത്. അതിന് ശക്തമായ വിമർശനമാണ്, രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന രാജ്യവിരുദ്ധമാണ്, ഇന്ത്യാവിരുദ്ധ പ്രസ്താവനയാണ് ഒമർ അബ്ദുള്ള നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന്, അല്ലെങ്കിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് കാണിക്കേണ്ട ബഹുമാനമുണ്ട്. അത്തരത്തിൽ യാതൊരു ബഹുമാനവും കാണിക്കാതെ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ട് ഭീകരർക്ക് അനുകൂലമായ പ്രസ്താവനയാണ് ഒമർ അബ്ദുള്ള നടത്തിയത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഈ പ്രചാരണ വേളയിൽ ഈ വിഷയം വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയെ മാനിക്കാതെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസ് സഖ്യവും മുൻപോട്ട് പോകുന്നത്. ഈ ജമ്മു കാശ്മീരിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് രാജ്യത്തിനപ്പുറത്തേക്ക് വോട്ട് ബാങ്കിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് വിജയം നേടാനാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം ശ്രമിക്കുന്നത് എന്ന വ്യക്തമായ ആരോപണമാണ് ഇപ്പോൾ ബിജെപി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ബിജെപിയുടെ പ്രകടന പത്രിക ജമ്മു കാശ്മീരിൽ പുറത്തിറക്കിയത്. അതിൽ വളരെ കൃത്യമായി ഭീകരവാദത്തിനെതിരെ നിലവിൽ സ്വീകരിച്ചു വരുന്ന നിയമ നടപടികൾ ശക്തമാക്കുമെന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ നാഷണൽ കോൺഫറൻസിന്റെ മാനിഫെസ്റ്റോ വ്യക്തമാക്കിയത് ഈ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ വിഘടനവാദികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമായിരുന്നു നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടിയത്. ആ പ്രകടന പത്രിക പുറത്തിറക്കി ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ കൊണ്ട് പ്രത്യേകിച്ച് ഓരോ ഗുണവും ഉണ്ടായില്ല എന്നും തങ്ങൾ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അത്തരത്തിലൊരു ശിക്ഷ നടപ്പാക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്നുള്ളതും ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധവും രൂക്ഷമായ വിമർശനവും ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിഷ്ണു. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.